ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വോൾ ഹാങ്ങിങ് ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയേക്കണം. ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കണം. അപ്പം നമ്മുടെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് വൂളൻ ത്രെഡാണ് വേണ്ടത്. അത് നമ്മുടെ കയ്യിൽ ഏതാണോ ത്രെഡ് ഉള്ളത് അതനുസരിച്ച് എടുക്കാവുന്നതാണ്. കളറൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വൈറ്റ് കളറിലെ കുഞ്ഞു പേളാണ്. പിന്നെ നമ്മളിവിടെ ഇങ്ങനത്തെ പേൾ എടുത്തിട്ടുണ്ട്. വൈറ്റിനെക്കാട്ടിലും കുറച്ചും കൂടി വലിയത്. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ബോൾസാണ്. അപ്പോൾ നമ്മൾ 3 കളർ ബോൾസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ 3 കളർ ബോൾസും ഓരോന്ന് 7 എണ്ണം വീതമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് ബോക്സ് ബോർഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. 8 × 8 ഇഞ്ചാണ് ഇതിൻ്റെ നീളവും വീതിയും. പിന്നെ നമ്മൾ ഇതിൻ്റെ അകവശവും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ 1.5 ഇഞ്ചാണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്. ആ 1.5 ഇഞ്ച് ഇട്ടിട്ടാണ് നമ്മൾ അകത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റിയേക്കുന്നത്. ഇനി നമ്മളിവിടെ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് വീതിയുള്ളൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ബോക്സ് ബോർഡിൻ്റെ ഈ കട്ട് ചെയ്ത ഈ പീസിലോട്ട് നമുക്കിതൊന്ന് അടിച്ചു കൊടുക്കാം. ഈ ബ്ലാക്ക് അടിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആകാൻ വേണ്ടി വെക്കുക. എന്നിട്ട് നമുക്ക് മെറ്റാലിക് ഗോൾഡൻ കളർ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ വൂളൻ ത്രെഡ് 15 ഇഞ്ച് നീളത്തിൽ 7 പീസാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളൊരു നീഡിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വൂളൻ ത്രെഡ് ഇതിലോട്ടൊന്ന് കോർത്ത് കൊടുക്കാം. നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അടിവശത്തായിട്ട് കെട്ടിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ആ വലിയ മുത്ത് കോർത്ത് കൊടുക്കുന്നു. അതിനുശേഷം ഒരു ബോൾ കോർക്കുന്നു. ഇനി നമ്മൾ കുഞ്ഞു മുത്താണ് കോർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ 12 എണ്ണമാണ് കോർത്ത് കൊടുക്കുന്നത്. പന്ത്രണ്ട് ചെറിയ മുത്ത് കോർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും അതിനെക്കാട്ടിലും വലിയ മുത്തില്ലേ അത് കോർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും അടുത്ത കളറ് ബോളാണ് കോർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ കുഞ്ഞുമുത്ത് 12 എണ്ണം കോർക്കുന്നു.
അതിൻ്റെ മുകളിൽ ആ വലിയ മുത്ത് കോർക്കുന്നു. പിന്നെ നമ്മൾ അടുത്ത കളറ് ബോൾ കോർക്കുന്നു. ഈ ഒരു രീതിക്കാണ് നമ്മൾ കോർത്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്ത കളറ് ബോളും കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ആ ചെറിയ മുത്ത് 6 എണ്ണമാണ് കോർത്ത് കൊടുക്കുന്നത്. ഈ ഒരു രീതിക്ക് നമുക്ക് ബാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വൂളൻ ത്രെഡിലോട്ടും കോർത്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം തന്നെ കോർത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മളെല്ലാം കോർത്തെടുത്തിരിക്കുന്നത്. കണ്ടു, ഫസ്റ്റ് ഗ്രീന് നമ്മളെല്ലാത്തിലും കോർത്തെടുത്തിരിക്കുന്നു. രണ്ടാമത് ഓറഞ്ചാണ് വന്നിരിക്കുന്നത്. മൂന്നാമത് റോസാണ് വന്നിരിക്കുന്നത്. ഈ ഒരു രീതിക്ക് വേണം നമ്മൾ എല്ലാ ത്രെഡിലും കോർത്തെടുക്കാൻ. അതുപോലെ നമ്മുടെ ഈ പേള് കുറച്ചും കൂടി വലിയ പേള് എടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഫ്രെയിമൊക്കെ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മൂലയ്ക്കും നമ്മളിങ്ങനെ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ട, ആ 3 മൂലയ്ക്കായിട്ട് നമ്മൾ ഹോളിട്ട് കൊടുത്തിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് 2 എണ്ണം വീതമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഈ കോർത്ത് വെച്ചിരിക്കുന്ന ബോൾസ് ഇതിലോട്ട് കോർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇങ്ങനെ കോർത്തിട്ട് അടിവശത്തായിട്ട് കെട്ടിക്കൊടുക്കുക. ആ ഫ്രെയിമിൽ നമ്മൾ ഹോൾസ് ഇട്ടേക്കുന്നിടത്തോട്ട് ബാക്കിയുള്ള ത്രെഡ്സും കൂടി നമുക്ക് കോർത്ത് കൊടുക്കാം. അപ്പം നമ്മളെല്ലാം കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പോർഷനിലും ഇങ്ങനെ ഒരു ബോൾ കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മുകളിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വൂളൻ ത്രെഡ് അതിലിടുവാണ്. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തുമ്പ് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക.